ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എന്ന് പറയുമ്പോഴത്തേനും സൺഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള വീക്കെൻഡ് ആണെങ്കിലും വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളോ വിശേഷങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൺഡേ മുതൽ ഇക്കൊക്കെ ഓഫീസും കാര്യങ്ങളും തിരക്കും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സൺഡേ നമ്മൾ ഒരുപാട് കറക്കവോ പുറത്തിറങ്ങലോ പുറത്ത് പോയി ഫുഡ് അടിക്കലോ വിശേഷങ്ങളോ ഒന്നുമില്ല. എങ്കിലും എന്താണ് വീക്കെൻഡ് ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിരുന്നത് നല്ല സൂപ്പർ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്ലഫി ആയിട്ടുള്ള പൂരിയാണ്. നമ്മൾ കംപ്ലീറ്റ് വീറ്റ് വെച്ചിട്ടാണ് പൂരി റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൂരി ഭാജി പൊട്ടറ്റോ ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതാണ് ഞാൻ പൂരി കുറച്ച് കൂടുതൽ കാസ്ട്രോളിൽ നമ്മൾ പൊരിച്ച് വെച്ചിരുന്നു. നല്ല ചൂടോട് കൂടിയിട്ട് നമ്മൾ പൊരിച്ച് വരുന്ന സമയത്തും നല്ല ഫ്ലഫി ആയിട്ട് അങ്ങനെ വന്നു. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് തണുത്തു. എങ്കിലും വളരെ ടേസ്റ്റി ആയിട്ട് 2-3 പൂരിയും കുറച്ച് കൂടുതൽ പൊട്ടറ്റോ ഭാജിയൊക്കെ എടുത്തിട്ട് നമ്മൾ കഴിക്കുകയാണ്. പിന്നെ എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായയും. അപ്പം നമ്മൾ പൂരിയുടെ കൂടെ എന്ന് പറയുന്നത് ഈ പൊട്ടറ്റോ കറി ഉണ്ടാക്കിയിട്ട് കുറച്ച് ഡേയ്സായി. നമ്മൾ ഈ ഇടയ്ക്കായിട്ട് പൂരിയുടെ കൂടെ മുട്ടക്കറി അല്ലെങ്കിൽ മുട്ട റോസ്റ്റ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ആ വക ഐറ്റംസ് ഒക്കെ നമുക്ക് പൂരിയുടെ കൂടെ ചിക്കൻ കറി ആണെങ്കിലും മുട്ടക്കറി ആണെങ്കിലും എല്ലാം അടിപൊളി ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പൊട്ടറ്റോ കോമ്പിനേഷൻ നമ്മൾ കുറേ ദിവസമായിട്ട് മറന്നു നിൽക്കുമായിരുന്നു. അപ്പോൾ എന്താണേലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൂരിയുടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പൂരിയും അതുപോലെ തന്നെ ബാജിയാണല്ലോ. നമ്മൾ പറയുമ്പോൾ തന്നെ ആ ഒരു കോമ്പിനേഷനാണല്ലോ നമ്മൾ കൂടുതൽ പറയുന്നത്. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി പൂരിയും പൊട്ടറ്റോ ഭാജിയും അതുപോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായയും കൂട്ടിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൺഡേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളിതാ ഒരു ആപ്പിൾ നല്ല മധുരമുള്ള വളരെ ക്രഞ്ചി ആയിട്ടുള്ള ഒരു ആപ്പിളായിരുന്നു. അപ്പോൾ നമ്മളിതാ കുറച്ച് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. അതിനുശേഷം ലഞ്ചിനുള്ള കാര്യങ്ങൾ റെഡിയായി. അപ്പോൾ നമ്മൾ കിച്ചണിലെ കുക്കിംഗ് വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാ സൺഡേയിൽ നമ്മൾ സാധാ ചോറും കറിയുമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു തനി നാടൻ കേരള സ്റ്റൈൽ ഉച്ചയൂണാണ്. അപ്പോൾ ചൂട് ചോറ് കാസ്ട്രോളിലെടുത്ത് വെച്ചിരുന്നു. പിന്നെ ഫിഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ തിലാപ്പിയ ഫിഷാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു കരിമീൻ്റെ ഷേപ്പൊക്കെ ആയിട്ട് ഏകദേശം ഒരു കരിമീൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ എന്നൊക്കെ പറയാം. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസസൊക്കെ ആയിട്ട് തിലാപ്പിയ ഫിഷ് ഡീപ്പ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം തോരനായിട്ട് ഇക്കായും മക്കളൊക്കെ എടുത്തത് കൊണ്ടാണ് നമ്മുടെ തോരൻ്റെ ഫൈനൽ സ്റ്റേജാണ് നല്ല അടിപൊളി ക്യാബേജ് തോരൻ. പിന്നെ മോര് കാച്ചിയത് നമ്മൾ മോര് കാച്ചിയ പാടെ തന്നെ ചട്ടിയോടുകൂടി ടേബിളിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇക്ക ഫുഡ് കഴിക്കാനുണ്ട്. അപ്പോൾ ഇക്കയുടെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷനായിരുന്നു പൂരിയും അതുപോലെ തന്നെ പൊട്ടറ്റോ ഭാജിയും. അതുപോലെ തന്നെ ലഞ്ച് ചോറിന് ചൂട് ചോറും മോര് കാച്ചിയതും ക്യാബേജ് തോരനും ഫിഷ് ഫ്രൈയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കോമ്പൗണ്ടല്ലോ. ഇതും ഇക്കയുടെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ സൺഡേസിലൊക്കെ നമ്മൾ ഇക്കാക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരുപാട് വിഭവസമൃദ്ധമായിട്ടുള്ളതല്ലെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കോംബോ റെഡിയാക്കി കൊടുക്കാനായിട്ട് മാക്സിമം നോക്കും. അല്ലാത്ത ദിവസങ്ങളിൽ വീക്ക് ഡേയ്സിൽ നിങ്ങൾക്ക് എൻ്റെ കറികൾ കണ്ടാലറിയാം. പല എന്ന് വെച്ചാൽ വേറെ വെറൈറ്റി കുറച്ച് കറികളായിരിക്കും. പാവയ്ക്കായിട്ടും ഓമയ്ക്കായിട്ടും അതുപോലെ തന്നെ ഇക്ക കൂട്ടാത്ത ടൈപ്പ് കറീസ് ആയിരിക്കും നമ്മൾ വീക്ക് ഡേയ്സിൽ വെക്കാറ്. ഇപ്പോൾ എന്താണേലും എനിക്ക് കഴിക്കാനുള്ള ചൂട് ചോറ് വിളമ്പി അതിലേക്ക് ആവശ്യത്തിന് മോര് കാച്ചിയതും ക്യാബേജ് തോരനും ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ പപ്പടം പൊരിച്ചതും. നമ്മൾ ഇന്ന് കുറച്ച് മുന്നേ നമ്മളൊന്ന് പുറത്തേക്കൊക്കെ പോയിട്ട് വന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വിഭവസമൃദ്ധമായിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും വെക്കാനുള്ള ടൈം കിട്ടിയില്ല. തട്ടിക്കൂട്ടി പെട്ടെന്ന് നമ്മൾ ചോറ് വെച്ചു. പിന്നെ തട്ടിക്കൂട്ടിയുള്ളൊരു മോര് കാച്ചിയതും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും പപ്പടം പൊരിച്ചതും ക്യാബേജ് തോരനും ഇത് മതി. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. എങ്കിലും സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ട് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മളൊന്ന് വളരെ ധൃതി വെച്ച് പുറത്ത് പോയി കുറച്ച് അല്ലറ ചില്ലറ പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് പോയിട്ട് വന്നതാണ്. നമ്മളിപ്പോൾ താമസിക്കുന്നത് ഷാർജയിലാണ്. അപ്പോൾ ഷാർജയിൽ ഒന്ന് സഫാരി മാളിലൊക്കെ പോയി ചെറിയൊരു പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. പുറത്ത് ചൂടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 48-50 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ പുറത്ത് ഒന്ന് പോയി വരുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം ടയേർഡാകും. അപ്പോൾ എന്താണേലും വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ നല്ല വിശന്നാണ് വന്നത്. നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു മോര് കാച്ചതും ഫിഷ് ഫ്രൈയും തോരനും പപ്പടവും ഒക്കെ കൂട്ടിയുള്ള ആ ഒരു ലഞ്ച് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ചോറൊക്കെ ഉണ്ടതിന്
അതിനുശേഷം മധുരം എന്ന് പറയുമ്പോൾ സ്ട്രോബെറി വേഫർ സ്റ്റിക്കാണ്, അപ്പോൾ അതുണ്ടായിരുന്നു, അത് നമ്മൾ കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഇന്ന് നമ്മൾ ചായ കാപ്പി അങ്ങനെയൊന്നും വെച്ചൊന്നുമില്ല. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ സൺഡേ ആണല്ലോ, സൺഡേ ആയപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തു, ഷവർമ ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ സ്പൈസി ഷവർമയും അതുപോലെ തന്നെ നോൺ സ്പൈസി ഷവർമയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒരേ ഒരു ബർഗർ ഓർഡർ ചെയ്തു, ഒരേ ഒരു ചിക്കൻ ബർഗർ ഓർഡർ ചെയ്തു. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീസും അതുപോലെ തന്നെ മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും നല്ല ജ്യൂസി ആയിട്ട്, ഇതിൻ്റെ അകത്ത് ചിക്കൻ പാറ്റി പ്ലസ് എഗ്ഗ് ഓംലെറ്റോ എഗ്ഗ് പൊരിച്ചതോ മുട്ട പൊരിച്ചതോ ഒക്കെ ഉണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ എഗ് ബർഗർ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ നിന്ന് കൂടുതലായിട്ട് നമ്മൾ ഷവർമയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഷവർമ വാങ്ങിച്ചു, അതിനുശേഷം ബർഗർ വാങ്ങിച്ചു. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഞാൻ ഈ കടയുടെ പേരോ കഫ്റ്റീരിയയുടെ പേരോ ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബർഗറും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഷവർമയൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മുടെ ഡിന്നർ എന്ന് പറഞ്ഞാൽ ഡിന്നർ എന്ന് പറയുമ്പോൾ നമ്മുടെ രാവിലത്തെ സെയിം പൂരി തന്നെ നമ്മൾ ഡിന്നറിന് വേണ്ടി സ്പെഷ്യലായിട്ടൊന്നും തന്നെ പ്രിപ്പയർ ചെയ്യുന്നില്ല. കാര്യം വെച്ചാൽ നമ്മൾ ഷവർമയും ബർഗറും ഒക്കെ കഴിച്ചല്ലോ. അപ്പോൾ ഡിന്നറിന് വേണ്ടി നമുക്ക് ഒരുപാട് വിശപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ രാവിലത്തെ പൂരി പൊരിച്ചതിൻ്റെ മിച്ചം ഇരിപ്പുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ 2-3 പൂരിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ കറിയുടെ വളരെ കുറച്ച്, ഒരു 1-2-3 സ്പൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ അതാണ് നമ്മുടെ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ കഴിച്ചിരുന്നത്. അപ്പോൾ സൺഡേ ആണ്. സൺഡേ എന്ന് പറയുമ്പോഴത്തേനും രാത്രിയാകുമ്പോഴത്തേനും ഇക്ക പുറത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ക്രിക്കറ്റ് കളിക്കാനും അങ്ങനെ വേറെ ഉള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ കൂടുതലും സൺഡേ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇക്ക ഡിന്നറിന് ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ച് കഴിക്കാറൊക്കെയാണ് പതിവ്. അപ്പോൾ ഇതാണ് എൻ്റെ സൺഡേ വീക്കെൻഡ് സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു കേക്ക്, ഒരു പിസ്ത ഫ്ലേവർ കേക്കാണ്. മൗത്ത് വാട്ടറിങ് ആണ്, വായിലിട്ട് അലിഞ്ഞു പോകും, അടിപൊളിയായിട്ടുള്ളൊരു കേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സൺഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീക്കെൻഡ് സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം എൻ്റെ മൺഡേ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, എൻ്റെ വീക്ക് ഡേ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.